നമസ്കാരം. മെയ് മാസത്തെ അവസാനത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ് ട്രേഡിംഗ്. എല്ലാവർക്കും സ്വാഗതം. സോംജീസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ഷൻ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. മെയ് മാസത്തെ അവസാന ആഴ്ചയിലേക്ക് ട്രേഡിംഗ് കടക്കുന്നു. ആഴ്ച ആകുമെന്ന് പ്രതീക്ഷിക്കാം. വോളറ്റൈലിറ്റി തീർച്ചയായിട്ടും ഉയരും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ മാർക്കറ്റിൽ ഇടപെടണം. അശ്രദ്ധ നമ്മളുടെ പണം കളയുന്നതിന് സഹായിക്കും. കയ്യിൽ പൈസ ഇരിക്കുന്നതാണ് ഇതുപോലുള്ള വോൾട്ടൈൽ ആയിട്ടുള്ള ട്രേഡിംഗ് സമയത്ത് കൂടുതൽ മെച്ചം എന്ന് കരുതുന്നത് അവരുണ്ടെങ്കിൽ അവരുടെ ഭാഗത്താണ് ഞാൻ. കാരണം മാർക്കറ്റ് അതിൻ്റെ വോളറ്റൈലിറ്റി ഒന്ന് കുറയുമ്പോൾ നമുക്ക് സൗകര്യമായി വാങ്ങാവുന്ന അല്ലെങ്കിൽ നല്ല കമ്പനികളുടെ ഷെയറുകൾ വാങ്ങാവുന്ന അവസ്ഥയിൽ കിട്ടും. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് നമുക്ക് പ്രയോജനപ്പെടുത്താനാവും. ഓടി ചെന്ന് വാങ്ങിക്കേണ്ട സമയമല്ല ഇത് എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം മാർക്കറ്റ് എങ്ങോട്ട് പ്രതികരിക്കും, എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. കഴിഞ്ഞ ആഴ്ചത്തെ പക്ഷേ മാർക്കറ്റിൻ്റെ രീതികൾ ഭരണ തുടർച്ചയുണ്ടായി മോദി തന്നെ അധികാരത്തിലെത്തും എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ പോലും മാർക്കറ്റിന് അതിൻ്റേതായ രീതികളുണ്ട്. അത് പലപ്പോഴും നമ്മളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്ന അദാനി പോർട്ടിന് സെൻസെക്സിൽ ഇടം കിട്ടിയിരിക്കുന്നു. അത് അദാനി ഗ്രൂപ്പിൽ നിന്ന് ആദ്യത്തെ ഷെയറായി മാറിയിരിക്കുകയാണ്. 30+ ഷെയർ സെൻസെക്സിൽ ഇടം നേടുന്ന ആദ്യത്തെ അദാനി കമ്പനിയായി തീർന്നിരിക്കുന്നു അദാനി പോർട്ട്. അതുപോലെ മാർക്കറ്റിൽ അദാനി ആയാലും ആരായാലും ഏത് കമ്പനി ആയാലും ഇലക്ഷനും കഴിഞ്ഞ് നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കമ്പനികൾ തീർച്ചയായിട്ടും മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യും. അദാനി അല്ലാത്ത മോദി വരട്ടെ വരാതിരിക്കട്ടെ, അത് കണ്ടുകൊണ്ട് വേണം നിങ്ങൾ മാർക്കറ്റിൽ ഇടപെടാൻ. ഇപ്പോഴൊക്കെ നമ്മൾ മുടക്കുന്ന കാശ് എത്രയും കൃത്യമായ രീതിയിൽ മുടക്കിയില്ലെങ്കിൽ നമ്മൾക്ക് പെട്ടുപോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാശാണ്, നിങ്ങൾ കാര്യങ്ങൾ വിശദമായി അറിഞ്ഞതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 1-2 കമ്പനികളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയും മാർക്കറ്റിൽ അതിൻ്റെ പെർഫോമൻസ് വാച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് തന്നെയാണ് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്തുകയും അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്യേണ്ടതാണ്. ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലൈസർ ഒന്നുമല്ല, സർട്ടിഫൈഡ് അനലിസ്റ്റുമല്ല. അപ്പോൾ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മാത്രം പറയുന്ന കാര്യങ്ങളാണിതൊക്കെ. ഷെയർ മാർക്കറ്റിൽ ഇടപെട്ടതിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എത്രയൊക്കെ ഫണ്ടമെൻ്റൽ റിസർച്ചുകളൊക്കെ നടത്തി ഫണ്ടമെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കുന്ന കമ്പനികളായിരിക്കും മാർക്കറ്റിൽ വരുന്ന ഒരു സെൻറ്റിമെൻറ്റ്സിൻ്റെ പേരിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വരുന്നത് എത്രയോ പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് 95 മുതൽ മാർക്കറ്റിൽ ഇടപെടാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ്. അന്ന് ഞാനൊക്കെ ഇടപെട്ട് തുടങ്ങിയ സമയത്തുള്ള ആളുകൾ പലരും ഇന്ന് മാർക്കറ്റുമായിട്ട് വിട പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. എത്രയോ മാർക്കറ്റുകൾ, ബുൾ മാർക്കറ്റുകൾ ഉണ്ടായ സമയത്ത് ജനത്തിരക്ക് കൊണ്ട്
ഞാൻ ജിയോജിത്തിലാണ് അന്ന് ട്രേഡ് ചെയ്തിരുന്നത്. ജിയോജിത്തിലായിരുന്നു അക്കൗണ്ട്. അപ്പോൾ അവിടെ ചെന്നാൽ കാണാം, ബുൾ മാർക്കറ്റിന്റെ സമയത്ത് നമ്മളുടെ മലയാളികൾ എല്ലാവരും നിറയെ ആളുകൾ വന്നിരുന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഇടിവ് വരുമ്പോൾ ബിയർ മാർക്കറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയാളെ കാണാനുണ്ടാവില്ല. അപ്പോഴൊക്കെ ഹാളിൽ ഞാൻ മാത്രം പോയിരുന്ന് ട്രേഡ് ചെയ്തിട്ടുള്ള സമയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, ഒരു ബുൾ മാർക്കറ്റോ ഒരു ബെയർ മാർക്കറ്റ് കൊണ്ടോ കഴിയുന്നതല്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് എന്നും അവിടെ ഉണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ നിലകൊള്ളണം. അല്ലാതെ ഒരു ബുൾ മാർക്കറ്റ് ഇപ്പോൾ തീർച്ചയായിട്ടും പണം മുടക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. കാരണം മാർക്കറ്റ് അതിന്റെ ഏറ്റവും ഹൈയിൽ നിൽക്കുകയാണ്. ഞാനൊക്കെ പണം മുടക്കുന്നത് വളരെ കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ബുൾ മാർക്കറ്റ് കയറി നിൽക്കുമ്പോൾ. അതേസമയം നമ്മൾക്ക് മാർക്കറ്റ് താണു കഴിയുന്ന ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ ബെയർ മാർക്കറ്റ് ആയി കഴിയുന്ന അവസരത്തിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ, അല്ലെങ്കിൽ എന്താ പറയുക, ടെൻഷൻ ഫ്രീ ആയിട്ട് കാശ് മുടക്കാവുന്ന ഒരു അവസരങ്ങളുണ്ട്. അപ്പോഴാണ് ശരിക്കും ഷെയർ മാർക്കറ്റിൽ കാശ് എറിയേണ്ടത്. അത് ചെയ്യാതെ നമ്മളുടെ ആളുകളെല്ലാം മാർക്കറ്റ് അങ്ങ് കയറി കഴിയുമ്പോൾ ന്യൂസുകൾ ഇങ്ങനെ പത്രങ്ങളിലെല്ലാം വരും, മാർക്കറ്റ് കുതിച്ചു കയറുന്നു, ഇതാണെന്ന്. എപ്പോഴെല്ലാവരും ചെന്ന് ചാടാൻ നോക്കും. കയ്യിലിരുന്ന കാശ് മൊത്തം കൊണ്ടിടും, മാർക്കറ്റ് ഇടിയും. പിന്നെ അവരെയൊന്നും കാണാൻ പറ്റില്ല. അവരൊക്കെ മാർക്കറ്റിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഓരോ ബുൾ മാർക്കറ്റ് കഴിയുമ്പോഴും എത്രയോ പേര് ഈ മാർക്കറ്റിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് നമ്മൾ ഇതുവരെ ആരും കണക്കെടുത്തിട്ടില്ല. എത്രയോ പേരെ ഞാൻ അറിയുന്നു, എത്രയോ പേരെ കണ്ടിരിക്കുന്നു. അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് നിക്ഷേപിച്ച് ലാഭം എടുക്കാനാവില്ല. നിങ്ങളൊരു നല്ല നിക്ഷേപകനാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വഴിയാണ്, ഈ നിക്ഷേപത്തിനുള്ള ആ വഴി തുടരുന്നവരായിരിക്കണം. അത് റൊട്ടീനായി ശീലിച്ചിട്ടുള്ളവർക്ക് ഈ മാർക്കറ്റ് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപിക്കണം. ഇപ്പോഴും നിക്ഷേപിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഫണ്ടമെന്റലായി നല്ല ഉറച്ച കമ്പനികളുണ്ടാവും. ആ കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കുക. മാർക്കറ്റ് മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും കമ്പനികളിലും ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള പരിഭ്രാന്തിക്കും ആവശ്യമില്ല, ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെയുള്ളവരാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് വിജയം വരിക്കുന്നത്. അല്ലാതെ ഒരു ബുൾ മാർക്കറ്റ് വരുമ്പോൾ കുറച്ച് കാശെല്ലാം കൊണ്ടുപോയി അതിനകത്തിട്ട് ആ മാർക്കറ്റ് ഇടിയുമ്പോൾ ഷെയറിന്റെ വില താണു കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ആളുകളെ കൊണ്ട് മാർക്കറ്റിൽ നിന്ന് ലാഭം ഉണ്ടാക്കി എടുക്കാനാവില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ മാർക്കറ്റിലും ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്തും നിങ്ങൾക്ക് നിക്ഷേപിക്കാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഷെയർ മാർക്കറ്റ് എപ്പോഴും അവസരങ്ങൾ തരുന്ന ഒരു സംവിധാനമാണ്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. മോദി വരും, അല്ലെങ്കിൽ മോദിക്ക് പകരം വേറെ ആരെങ്കിലും പ്രധാനമന്ത്രിയാവും. ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിനോ മുന്നോട്ട് പോകാതെ നിലനിൽക്കാനാവില്ല ഇന്നത്തെ അവസ്ഥയിൽ. ലോകത്തെ 5ാം നമ്പർ സാമ്പത്തിക ശക്തി ആയിരിക്കുന്ന ഈ രാഷ്ട്രം ചലിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ എക്കണോമി, ആ എക്കണോമിയെ നല്ല രീതിയിൽ ചലനത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് അത് മോദി വന്നാലും ആര് വന്നാലും അത് മുന്നോട്ട് പോകും. മാർക്കറ്റ് ഇപ്പോഴൊന്നും ഇടിയുമായിരിക്കാം, പക്ഷെ തീർച്ചയായിട്ടും ലോങ് ടേമിൽ ഇന്ത്യൻ മാർക്കറ്റിന് പുറകോട്ട് പോകാനാവില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വളരെ ജാഗ്രതയോടെ നിക്ഷേപം നടത്തുക. ഞാൻ 2 ഷെയറുകളെ ഈ ഇലക്ഷൻ കാലത്ത് ഇടിഞ്ഞാലും അല്ലെങ്കിൽ കയറിയാലും ഒക്കെ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്ന, ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ പറ്റിയ 2 ഷെയറുകളെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളത് ലിസ്റ്റിൽ കൊണ്ടുവരിക. ഇത് വാങ്ങിക്കാനുള്ള ഒരു ഉപദേശമൊന്നുമല്ല. നിങ്ങളുടെ റിസർച്ചിലൂടെ നിങ്ങൾ നോക്കുക, ഇതെങ്ങനെയുള്ള ഷെയറുകളാണ്, വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രം കുറഞ്ഞ രീതിയിൽ വാങ്ങി കൊണ്ടുവരാവുന്ന ഷെയറുകളാണ് ഈ പറയുന്നത്. ഒന്ന് ടാറ്റ ടെക്നോളജീസ് ആണ്. കഴിഞ്ഞ വർഷം ഇറക്കിയുള്ള ഒരു ഷെയറാണ്, ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ വർഷമാണ്. 1400 രൂപ വരെ പോയ ആ ഷെയർ ഇപ്പോൾ 1084 രൂപ 86 രൂപ ലെവലിൽ നിൽക്കുകയാണ്. അതിന് വിശാലമായ സ്കോപ്പുള്ള ഒരു ഷെയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ടെക്നോളജി, ഡിസൈൻ ടെക്നോളജി മുതൽ സോഫ്റ്റ്വെയർ സർവീസുകൾ ഒക്കെ നൽകുന്ന കമ്പനിയാണ്. 15ഓളം രാജ്യങ്ങളിൽ അവരുടെ കമ്പനിയുണ്ട്.
10,000-13,000 ജോലിക്കാരുണ്ട്. ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ടെക്നോളജി ട്രാൻസ്ഫറിങ് കമ്പനിയാണിത്. അതിന് ഒരു ഉന്നതിയിലേക്ക് തീർച്ചയായിട്ടും കടന്നു പോകാനുള്ള സാധ്യത ഉള്ള ഒരു കമ്പനിയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ PE എന്ന് പറഞ്ഞാൽ 64.8 ആണ്. ഒരു വർഷത്തെ ഹൈ 1400-ഉം ലോ എന്ന് പറഞ്ഞാൽ 1004 രൂപയാണ് ലോ കാണിച്ചത്. ഈ അടുത്താണ് ലോ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് വീണ്ടും ഒരു 50-ഡേ മൂവിങ് ആവറേജിന് മുകളിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ ഫേസ് വാല്യൂ 2 രൂപയാണ്. ഈ കമ്പനി ഒരു ഡെപ്റ്റ് ഫ്രീ ആയിട്ട് കണക്കാക്കാവുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ടെൻഷനുകൾക്കൊന്നും ആവശ്യമില്ല. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 43,000-44,000 ഇടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ അതിൽ നിക്ഷേപിക്കാനോ ഒന്നും പറയുന്നതല്ല. നിങ്ങൾ ആ മാർക്കറ്റിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു? ടാറ്റയുടെ ഒരു കമ്പനിയാണ്. അതിന്റെ ഏറ്റവും 40% റവന്യൂ അവർ കണ്ടെത്തുന്നത് ടാറ്റയിൽ നിന്ന് തന്നെയാണ്. ടാറ്റ മോട്ടോഴ്സിൽ നിന്ന്, JLR-ല്, ടാറ്റ മോട്ടോഴ്സിന് ഒക്കെ കൊടുക്കുന്ന ടെക്നോളജി സർവീസുകളാണ് അവരുടെ 40% വരുമാനത്തിനും ഇടയാക്കുന്നത്. അപ്പോൾ അവർ പുറത്തേക്ക് നൽകുന്ന സംവിധാനങ്ങൾക്ക് ബാക്കി 60% പുറത്ത് സർവീസ് നൽകുന്നതിലൂടെയാണ്. എഞ്ചിനീയറിങ്ങിന് ഡിസൈൻ എഞ്ചിനീയറിംഗ് ഒക്കെയാണ്. ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള ഡിസൈനുകൾ, പുതിയ തരത്തിൽ ഡിസൈനുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുന്ന സംവിധാനമാണത്. അതുകൊണ്ട് അതിനെ നിങ്ങളുടെ റഡാറിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ അതിനെ റിസർച്ച് ചെയ്ത് നോക്കി പരീക്ഷിച്ച് നോക്കി മാത്രം നിക്ഷേപത്തിന് തീരുമാനിക്കുക. മറ്റൊന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. പബ്ലിക് ലിമിറ്റഡ് ബാങ്കാണ്. 74% ഷെയർ കേന്ദ്ര ഗവൺമെന്റിന്റെ ആണ്. അതിന് നിങ്ങളുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ക്വാർട്ടറുകളിലെല്ലാം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നെറ്റ് NPA ആണെങ്കിൽ 0.96 ആക്കി കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് മികച്ചു നിൽക്കുന്ന ഒരു ബാങ്കാണ്. മൂന്നാമത്തെ ബാങ്കാണ്. ഏറ്റവും വലിയ ബാങ്കുകൾ മൂന്നാമത്തെ ബാങ്ക് എന്ന് പറയുന്നത് ഇതാണ്, പബ്ലിക് ലിമിറ്റഡ് ബാങ്കുകളിൽ. അപ്പോൾ PNB 142 വരെ അതിൻ്റെ ഹൈ കാണിച്ചിരിക്കുന്നത്. 49 രൂപയാണ് ലോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ ഈ വർഷത്തെ അത് എത്രമാത്രം റിട്ടേൺ നൽകി കഴിഞ്ഞു എന്ന്. എങ്കിലും ബാങ്കിങ് സ്റ്റോക്കുകളിൽ വലിയൊരു ചലനത്തിന് സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് PNBയുടേതെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അതിനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഇതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽ ആ പേര് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ അതിനെ നിങ്ങളുടേതായ എല്ലാ റിസർച്ചും നടത്തുക, അഭിപ്രായങ്ങൾ ആരായുക, എന്നതിന് ശേഷം മാത്രം നിക്ഷേപ തീരുമാനമെടുക്കുക. മാർക്കറ്റ് വോളറ്റൈലാകുന്ന ഇലക്ഷൻ സമയമാണ്. ഇത് താഴോട്ടുമാവാം മുകളിലോട്ടുമാവാം. അപ്പോൾ അതിനൊക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമേ നിക്ഷേപിക്കാവുള്ളൂ. നിങ്ങൾക്ക് എത്രമാത്രം മുകളിലേക്ക് പോകുമെന്നുള്ള സങ്കല്പമുണ്ടോ അത്രയും തന്നെ താഴോട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ മാത്രം സ്റ്റോക്കുകളെ സമീപിക്കേണ്ട സമയമാണ്. ജാഗ്രതയോടെ ഇരിക്കുക. കാശ് കയ്യിലിരിക്കുന്നത്, അക്കൗണ്ടിലിരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ സേഫ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. നല്ല അവസരം വരികയാണെങ്കിൽ നമ്മൾക്ക് നിക്ഷേപിക്കാം. അതായത് മാർക്കറ്റ് കുറയുകയാണെങ്കിൽ പോലും നമുക്ക് ക്യാഷ് കയ്യിലിരുന്നാലേ നിക്ഷേപിക്കാനാവുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നിക്ഷേപിക്കുക. അല്പം വാങ്ങി നോക്കുന്നതിന് വിരോധമില്ല, പക്ഷെ അതേ രീതിയിലായിരിക്കണം. ഒരു 10% ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക, ബാക്കി അവിടെ ഇരിക്കട്ടെ, നമുക്ക് അവസരം വരും എന്ന് കരുതുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറണം. മോദി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റുകൾ കുതിച്ചുയരുമെന്നുള്ളതിന് സംശയമില്ല. ഈ ആഴ്ചത്തെയോടെ പ്രകടനം കഴിഞ്ഞതിന് ശേഷമേ നമുക്കത് ഉറപ്പിക്കാൻ പറ്റൂ. കാരണം ഈ മാസത്തോട് ഇലക്ഷൻ്റെ പ്രീ മാർക്കറ്റ് അത് താഴോട്ട് വലിക്കുന്ന ഒരു മാർക്കറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മോദിയുടെ വരവോടുകൂടി അത് ഉയരുകയും നല്ല രീതിയിൽ ഉയരുകയും ചെയ്യും.
അതേസമയം ഇപ്പോൾ പ്രീ ഇലക്ഷൻ മാർക്കറ്റ് ഉയർന്നു പോവുകയാണെങ്കിലോ മാർക്കറ്റ് അതേ രീതിയിൽ തുടരാനാണ് സാധ്യതയുള്ളൂ. വലിയ മുന്നേറ്റം നടന്നു എന്നിരിക്കില്ല. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി.